ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്കെതിരായ വിജയത്തിന് ശേഷം വീണ്ടും തുടർ തോൽവികളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളായി എന്തുകൊണ്ടാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഈ തുടർ തോൽവികളിലേക്ക് പോകുന്നതെന്ന് നോക്കിയാൽ, ജനുവരി ബ്രേക്കിന് മുമ്പായി ബ്ലാസ്റ്റേഴ്സ് കളിച്ച ആദ്യ 12 മത്സരങ്ങളിൽ നിന്ന് 10 ഗോൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തിരുന്നതെങ്കിൽ ജനുവരി ബ്രേക്കിന് ശേഷം കളിച്ച 6 മത്സരങ്ങളിൽ 13 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തത്. അതായത് ബ്ലാസ്റ്റേഴ്സ് കളിച്ച ജനുവരി ബ്രേക്കിന് മുമ്പുള്ള 12 മത്സരങ്ങളിൽ കളിച്ച മത്സരങ്ങളെക്കാൾ കുറവ് ഗോളാണ് ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തതെങ്കിൽ ബ്രേക്കിന് ശേഷം പുനരാരംഭിച്ച മത്സരത്തിൽ കളിച്ച മത്സരത്തിന്റെ ഇരട്ടി ഗോളുകളെക്കാൾ കൂടുതലാണ് ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്ത ഗോളുകളുടെ കണക്ക്. ഇതിൽ നിന്ന് വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ തോൽവികൾക്ക് കാരണം ഡിഫൻസീവായ പോരായ്മകൾ കൊണ്ട് തന്നെയാണ്. അതെടുത്ത് കാണിക്കുന്നത് തന്നെയായിരുന്നു മോഹൻ ബഗാനെതിരായിട്ടുള്ള അവസാന മത്സരം. 4 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ കൺസീഡ് ചെയ്തത്. ഇവിടെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ മോഹൻ ബഗാനായിട്ടുള്ള പരാജയം ഒന്ന് അനാലിസ് ചെയ്ത് നോക്കിയാൽ, ഈ മത്സരത്തിൽ വിജയിച്ച മോഹൻ ബഗാൻ ഡിസേർവ് ആയ വിന്നാണ് അവർ നേടിയെടുത്തതെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പരാജയത്തിൽ കോച്ചായ ഇവാൻ അടക്കം നടത്തിയ മോശം ഡിസിഷൻസ് ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മത്സരത്തിലെ പരാജയത്തിന്റെ പ്രധാന കാരണമായി മാറിയത് 80 മിനിറ്റിനുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ 5 സബ്സ്റ്റിറ്റ്യൂഷൻസും ഇവാൻ നടത്തി കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു രാഹുലിനെ മാറ്റി ഇഷാനെ 81 മിനിറ്റിൽ ഇറക്കിയ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ രാഹുൽ കളി ഓവറോൾ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ച് മുമ്പോട്ട് പോയിരുന്നത്. രാഹുലിന്റെ 81 മിനിറ്റിലെ സബ്സ്റ്റിറ്റ്യൂഷനോട് കൂടി ബ്ലാസ്റ്റേഴ്സിന് 5 സബ്സ്റ്റിറ്റ്യൂഷനുകൾ കഴിയുകയും തൊട്ടടുത്ത നിമിഷം 82 മിനിറ്റിൽ പ്രീതം നടത്താൻ ശ്രമിച്ച ഒരു ക്ലിയറൻസിൽ അദ്ദേഹത്തിന്റെ ഫൂട്ടിന് ഇഞ്ചുറി വരികയും ഓൾറെഡി 5 സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്ത് കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തെ പിൻവലിക്കാൻ സാധിക്കാതെ പ്രീതം ഈ പരിക്ക് വെച്ചുകൊണ്ട് എക്സ്ട്രാ ടൈം അടക്കമുള്ള 16 മിനിറ്റും കളത്തിൽ തുടരേണ്ടി വരികയുമായിരുന്നു. ഇവിടെ 97 മിനിറ്റിൽ മോഹൻ ബഗാന്റെ സബ്സ്റ്റിറ്റ്യൂഷനായി ഇറങ്ങിയ ലെസ്റ്റൻ കൊളാസോ വളരെ അനായാസം പരിക്ക് പറ്റിയ പ്രീതത്തെ മറികടന്ന് പോയാണ് അവരുടെ 4ാം ഗോൾ നേടുന്നത്. ഇവിടെ ലിസ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ നടത്തുന്ന പ്രീതത്തിന്റെ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു അദ്ദേഹം ഈ പരിക്ക് മൂലം എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സമനില പോലും നിഷേധിക്കപ്പെട്ടത് ഇവൻ തന്നെ 5 സബ്സ്റ്റിറ്റ്യൂഷൻസും 81 മിനിറ്റിൽ തന്നെ നടത്തി തീർത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പരിക്കുപറ്റിയ പ്രീത്തിന് പകരം ഹോർമി ഇറക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ടായേനെ. എങ്കിലും ഈ ഗോളിൽ അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യം, എന്തിന് ഇത്തരത്തിൽ പ്രീതം റണ്ണിങ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും അറ്റാക്കിംഗ് സെൻസിൽ ഒപ്പോണന്റ് ഹാഫിൽ പോയി കളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രീതം നൽകിയ മിസ്പാസിൽ നിന്നാണ് ഈ 4ാമത്തെ ബോളിലേക്കുള്ള കൗണ്ടർ മോഹൻ ബഗാൻ ആരംഭിക്കുന്നത്. കൂടാതെ ഓവറോൾ ഗെയിമും പ്രീതത്തിന്റെ ഡിഫൻഡിങ് വളരെ മോശമായിരുന്നു. തൊടുന്ന എല്ലാം പിഴയ്ക്കുന്ന അവസ്ഥ. സെൻറ്റർ ബാക്കായ പ്രീതത്തിന്റെ ഫൂട്ടിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിൽ ചുറ്റും മോഹൻ ബഗാൻ പ്ലേയേഴ്സ് ഉള്ളപ്പോൾ ബോൾ ഗ്രൗണ്ടിൽ കുത്തി വളരെ ഡേഞ്ചറായി ബൗൺസ് ചെയ്ത് വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഡിഫൻഡറിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി ഇവിടെ അവസാനമായ ടാക്ടിക്കലെ എത്തരത്തിലാണ് ആന്റോണിയോ ലോപ്പസിന്റെ മോഹൻ ബഗാൻ ഇവന്റെ ബ്ലാസ്റ്റേഴ്സിനോട് ജയിച്ചു കയറിയെന്ന് നോക്കുകയാണെങ്കിൽ, കളിയിൽ ഓവറോൾ മിഡ്ഫീൽഡ് ഏരിയയിൽ പൂർണ്ണമായും ആധിപത്യം പുലർത്താൻ ലോപ്പസിന്റെ അറ്റാക്കിംഗ് ആൻഡ് ഡിഫെൻഡിംഗ് സ്ട്രക്ചറിന് സാധിച്ചു എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ ആന്റോണിയോ ലോപ്പസ് അറ്റാക്കിംഗ് സമയങ്ങളിൽ മിഡ്ഫീൽഡ് ഏരിയയിൽ 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സും അടങ്ങുന്ന 4 പ്ലേയേഴ്സിനെയാണ് യൂസ് ചെയ്തത്. അതുപോലെ ഡിഫെൻഡിംഗ് ടൈമിലാണെങ്കിൽ 3 മിഡ്ഫീൽഡേഴ്സിനെയും. കൂടാതെ ഇവരിലേക്ക് ഡ്രോപ്പിംഗ് സ്ട്രൈക്കേഴ്സിന്റെ സപ്പോർട്ടും കളത്തിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ മോഹൻ ബഗാൻ കൂടുതൽ പ്ലേയേഴ്സിനെ മിഡ്ഫീൽഡിൽ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ വെച്ച് നടന്ന ബാറ്റിലുകളിൽ എപ്പോഴും ബോൾ വിൻ ചെയ്യുന്നത് മോഹൻ ബഗാൻ പ്ലേയേഴ്സ് തന്നെയായിരുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ മിഡ്ഫീൽഡിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഡോമിനേഷൻ നേടിയതുകൊണ്ടാണ് ആന്റോണിയോ ലോപ്പസിന്റെ മോഹൻ ബഗാൻ ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ വരും വീഡിയോയിൽ ആന്റോണിയോ ലോപ്പസിന്റെ ടാക്ടിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇവന്റെ ടാക്ടിക്സ് മോഹൻ ബഗാനെതിരെ എത്തരത്തിലാണ് പരാജയപ്പെട്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം.